മാറ്റി വടകര സ്വദേശിയുടെ അടുത്താണ്. പണം പിൻവലിച്ചതൊന്നും കാര്യമില്ല, പണം പിൻവലിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. രണ്ടടി കിട്ടുമ്പോ പറയും ഏടിയുള്ളതെന്ന്. അവര് തത്തനോട് പറഞ്ഞു നന്നായിട്ട് രണ്ടടി കിട്ടുമ്പോ പറയും, തലക്ക് നല്ല കുത്ത് കിട്ടുമ്പോ പറയണം. മര്യാദക്ക് തത്ത പറയുന്ന പോലെ പറഞ്ഞോണം. നീ എന്താ ആളെ കളിയാക്കുന്നോ? അല്ല സാർ, തത്തമ്മ പറയും പോലെ പറയാൻ പറഞ്ഞു. ഇവൻ എങ്ങോട്ട് വിട്ടാ സാർ? തത്ത പറയുന്ന പോലല്ല, താറാ പറയുന്ന പോലെ ഞാൻ പറയിപ്പിക്കാം. അയ്യോ, അതും എനിക്കറിയാം സാർ. സത്യം പറയടാ, എനിക്ക് എങ്ങനെയാ അവരെ പരിചയം? ഞാൻ വഴി കൊണ്ടിട്ടുണ്ട്. അപ്പൊ അവരെ ഒരു എന്താണ് ഒരുത്തൻ ഭീഷണിപ്പെടുത്തുന്നു, പൈസ തിരിച്ചു വയ്ക്കുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ അവര് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ ഒന്ന് സഹായിക്കണം, അവർക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാനും പറ്റുമെങ്കിൽ ആ ലീഡറിന്റെ നമ്പറും തരും. അപ്പോ ഒന്ന് വിളിച്ചിട്ട് കാര്യങ്ങളൊന്നും ഇടപെടണം. വിശ്വസിപ്പിക്കാനല്ലേ അന്വേഷണം ഇവിടെ തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞത്. വർഷങ്ങളായിട്ട് ആൾതാമസത്തിൽ നടക്കുന്ന ഈ വീടിന്റെ നിലവിൽ അവനെ പൂട്ടി. എന്താണാവോ സാറുമാരെല്ലാരും കൂടെ? എന്താ നിങ്ങളുടെ പേര്? ഗോപാലപിള്ള, GP പിള്ള എന്ന് വിളിക്കും. എക്സ് മിലിറ്ററിയാ. നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ആളാണോ? അതെ സാർ, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പാലക്കാട്ടുള്ള എന്റെ സ്വന്തം വീട്ടിലേക്കൊന്ന് പോയി വരും. ഇതെന്റെ ചേട്ടന്റെ മോന്റെ വീതത്തിലുള്ളതാ. അവരൊക്കെ അങ്ങ് സിംഗപ്പൂരിലായതുകൊണ്ട് ഞാനായിപ്പോ ഇതെല്ലാം കൂടെ നോക്കി നടത്തുന്നു. തന്നെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതിന് സാർ ഇവിടേക്കും വന്നിട്ടില്ലല്ലോ. ഇവൻ കള്ളം പറയാ. ഈ വീടിനകത്ത് നിലവിൽ എന്നെ പൂട്ടി ആഗ്രഹിക്കുന്നവരെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതിപ്പോ പിന്നെ നമ്മുടെ അക്കരെ ആയിക്കോട്ടെ, ഇതിനെ കുറിച്ച് ആദ്യം കാലത്തൊക്കെ സുബീഷ് ഏട്ടനായിക്കോട്ടെ, നമ്മുടെ എന്താണ് പിന്നെ മുരളി, അതുപോലെ തന്നെ നമ്മുടെ അർജു ആയിക്കോട്ടെ, ഈ FIR ഒക്കെ ഇട്ട അർജു ആയിക്കോട്ടെ, അവർക്കൊക്കെയുള്ള ഒരു കോർഡിനേഷൻ. നമ്മൾ 4-5 പേര് ഡെയിലി അപ്ഡേഷൻ ഉണ്ടോ, എന്താണ് അവിടെ എന്താണ് ഇവിടെ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, അതിനു വേണ്ടിയുള്ള ചുണക്കുട്ടന്മാരെ ഞാൻ അന്വേഷിച്ച് നടക്കുക ഈ പരിശീലനത്തിന് ആവശ്യമല്ലേ. അതെ, ചുണക്കുട്ടന്മാരെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്ക്. ഞങ്ങള് പോരെ, കൊല്ലണ്ട കാര്യല്ലേ ഉള്ളൂ. നടക്കൂല. ഇനി 2 ലക്ഷം ഉറുപ്പ്യ ഫീസ് കൊടുക്കണം. അയ്യോ എന്റെ പ്രസിഡന്റ്, ഞാൻ പറയണ കേക്കി. നമ്മൾ ഇഷ്ടംമാതിരി കോഴിക്കളെ കൊല്ലുന്ന ആളാണ്. ഒരു മനുഷ്യനെ കൊല്ലാൻ എനിക്ക് ഇത്ര പണിയുണ്ടോ? ഇവൻ വണ്ടി ഓടിക്കുന്ന ആളാണ്. റോട്ടിലിട്ട് എത്ര ആൾക്കാരെ ഇവൻ തട്ടിക്കുന്നു. ഇവനും പ്രശ്നമുണ്ടോ? അങ്ങനെയുണ്ട്. ഏതോ പ്രശ്നമില്ല, പക്ഷെ 2 ലക്ഷം ഉറുപ്പ്യ ഫീസ് കൊടുക്കണം. 2 ലക്ഷം ഫീസ് ഭയങ്കര കുറച്ച്. 2 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ലക്ഷത്തിന് 2 ലക്ഷം പോയി കഴിഞ്ഞാൽ എത്ര ഉറുപ്പ്യ? എലക്ഷൻ ചാനൽ തുടങ്ങിക്കോ, നല്ല ക്യാഷ് ഉണ്ടാക്കാം ബ്രോ. സാജിദ്, എലക്ഷൻ ചാനലൊക്കെ തുടങ്ങാൻ എങ്ങനെയാണ് ബ്രോ? ഒരു മാസം കൊണ്ട് നല്ല ഇതുണ്ടാക്കാം അല്ലെ? പക്ഷേ നമ്മളെ ആൾക്കാർ വെച്ചേക്കൂല. പറയാം, ചിലപ്പോ എല്ലാരും ഭാഗത്തുനിന്നും ചെയ്ത് കിട്ടും. മാടത്തിനോട് ഒരു വീഡിയോ ഇട്ടു പ്രജകളെ വിട്ട് പിന്നെ പണമൊക്കെ പിന്നെ തിരിച്ചു കൊടുപ്പിക്കാനൊക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു വലിയ ടീമാണ്. 500-ൽ പരം ആൾക്കാരുണ്ട് അല്ലെ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100-ന്റെ അടുത്ത് മാത്രമേ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പൊ ഒരു 500-ലധികം ആൾക്കാരുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്താൻ വളരെ ഈസിയാണ്. പിന്നെ ഇപ്പോ അതിൽ തന്നെ 2-3 ആള് യൂട്യൂബ് ചാനലുകൾ ഉണ്ട്. നമ്മുടെ ചങ്കീസ് ഖാൻ, സനൂദ്ക്ക യൂട്യൂബ് ചാനലുണ്ട്. അദ്ദേഹം ഭയങ്കരമായിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കുകയും അതിനേക്കാൾ ഉപരി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. സർ, മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. വെറുതെ ആൾക്കാരെ കൊണ്ട് പ്രാന്തനെന്നൊന്നും വിളിക്കാൻ ഇടവരുത്തരുത്. ഞാനും വരക്കായി നോക്കാം. കൊച്ചിയിലെ ഗുണ്ടാപ്പടം മുഴുവൻ തന്റെ കയ്യിലല്ലേ. അവന്മാരെ കൊണ്ട് വേണേ തന്നെ തിരിച്ചടിപ്പിക്കും ഞാൻ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങളെ പോലെയുള്ളവര്, റസീഖ്, സാമാന്യ ചേട്ടൻ, അതേപോലെ തന്നെ ബ്ലാക്കി, അങ്ങനെ ഒരുപാട് ആൾക്കാര് ഇൻഫർമേഷൻ തരാനും
കൊടുക്കാനും ഒക്കെ ഉണ്ട്. ഷിജു ചാക്കോ, എന്താണോ നന്നാവാത്തെ? ഇതിന്റെ അപ്പുറം എന്താണ് നന്നാവാത്തെ? ഇനിയിപ്പോ ഇതിനേക്കാൾ നന്നായി കഴിഞ്ഞാൽ പണിയാണ്. ഇനി കണ്ണടയെല്ലാം വെച്ചാ ഭയങ്കര ലുക്കാണ്. ഇത് ഞാൻ ലുക്കിന് വേണ്ടി വെക്കണല്ല കണ്ണട. ഐ ആം പ്രൊട്ടക്ഷൻ. അയാം പ്രൊട്ടക്ഷനാ? എന്തെന്നാ അയാം പ്രൊട്ടക്ഷൻ? പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റെ കണ്ണ് ഇനി കണ്ണടയെല്ലാം വെച്ചാ ഭയങ്കര ലുക്കാണ്.